സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്? വരും ദിവസങ്ങളിലെ സ്ഥിതി എങ്ങനെയായിരിക്കും? അമൃത, സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ്. ഈ ശക്തമായ മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കൂടെ പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തന്നെ തുടരുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡിന് മുകളിലായി മാറിയിട്ടുണ്ട്. ഇത് ഛത്തീസ്ഗഡിനും മധ്യപ്രദേശിലൂടെ സഞ്ചരിച്ച് ഈ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ തീവ്രത കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നുള്ള മഴയുടെ തീവ്രത നാളെ മുതൽ ഉണ്ടാവില്ല. നാളെ മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ തുടരും. പക്ഷേ ഇന്നത്തെ പോലുള്ള തീവ്ര മഴ നാളെ ഉണ്ടാവില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ ഇന്ന് അതിതീവ്ര മഴ സംസ്ഥാനത്ത് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനും ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടുള്ള മഴയായതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡാമുകളിലും നദികളിലും ജലം അപകടകരമായ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പല ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. നദികൾക്കരികിലൊക്കെ ഉള്ളവർ അപകട സാഹചര്യം മുൻനിർത്തി അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശമടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിലുള്ള വിലക്കും തുടരുകയാണ്. അമൃത. ശരി സനിസ.